നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ കണ്ടെടുത്തുവെന്ന വാർത്തയുണ്ട്. ചോദ്യപേപ്പർ ആവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 30 ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബന്ധപ്പെട്ട ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് ഉടമകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് അച്യുതൻ, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ നീറ്റ് പരീക്ഷാഫല വിവാദത്തിന് പിന്നാലെ ബീഹാറിൽ വലിയ രീതിയിൽ ഉദ്യോഗാർത്ഥികൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. അന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചത് ഈ ചോദ്യ പേപ്പറിന്റെ ചോർച്ച അത് സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് എന്നതായിരുന്നു. ഇതിലൊരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഈ 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ കണ്ടെടുത്തിരിക്കുന്നത്. അതായത് ഈ ചോദ്യ പേപ്പറിനായി ഉദ്യോഗാർത്ഥികൾ ഈ 30 ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്നതായാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിച്ചിരിക്കുന്നത്. ഈ ചോദ്യ പേപ്പർ ചോർച്ച കേസിൽ ബീഹാർ സ്വദേശികളായ 4 ഉദ്യോഗാർത്ഥികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഏതാണ്ട് 13 പേരെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യപേപ്പറുകൾക്കായി തങ്ങളുടെ രക്ഷിതാക്കൾ 30 ലക്ഷം രൂപ നൽകിയതായി ഈ അറസ്റ്റിലായവരിൽ ചില ഉദ്യോഗാർത്ഥികൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ആ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഇവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ കത്തിച്ച നിലയിൽ ചില ചോദ്യപേപ്പറുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ സാധ്യതകൾ അത് NTAയുടെ ഒറിജിനൽ പകർപ്പ് ഇപ്പോൾ NTA ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒറിജിനൽ പകർപ്പ് ലഭിച്ചാൽ ഇവ തമ്മിലൊരു ഫോറൻസിക് പരിശോധന നടത്തിയാലേ ആ ചോദ്യപേപ്പർ ആണോ ഈ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്തത് എന്നുള്ളത് സ്ഥിരീകരിക്കാനാവൂ. ഇപ്പോൾ അതിന്റെ തയ്യാറെടുപ്പുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. SKN. താങ്ക് യു അച്യുതൻ.